ഓക്കെ, അപ്പം നമ്മൾ +1 എന്താണ് മോഡേൺ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡുവൽ നേച്ചർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. അപ്പോൾ നമുക്കതിൽ വരാൻ സാധ്യതയുള്ള NCERT എക്സാമ്പിൾസ് നോക്കാം. ഇതിൽ കുറേ എന്തെല്ലാം എഴുതിയെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളെ മഹാനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇവരുടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ പേജ് നമ്പർ 284 എക്സാമ്പിൾ 11.1 ചെയ്യുക, ഇത് എക്സാമിന് വരും. എക്സാമ്പിൾ 11.2 ചെയ്യുക, ഇതും എക്സാമിന് വരും. പിന്നെ അത്ര ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എക്സാമിന് വരാൻ സാധ്യതയില്ലതാണ്. എനിക്ക് കാണുമ്പോൾ കുറച്ചൊരു ഇത് ക്വസ്റ്റ്യൻ ടഫ് എന്നല്ല, പക്ഷേങ്കിൽ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം, ഇനി ഏതാ വരാൻ ചാൻസ് ഇല്ലയെന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, അതിൽ എന്താണ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട്, അതേപോലെ നമ്മളെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, മാക്സിമം കൈനറ്റിക് എനർജി, സ്റ്റോപ്പിക് പൊട്ടൻഷ്യൽ, മാക്സിമം സ്പീഡ്, ഇതെല്ലാം എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ഇതെല്ലാം എൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാണുമ്പോൾ സൊല്യൂഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നില്ല. ഞാൻ അതിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ ഫോട്ടോ ഇലക്ട്രിക് കട്ട് ഓഫ് വോൾട്ടേജ് ഇൻ എ സർട്ടൻ എക്സ്പെരിമെൻറ്റ് ഈസ്, എത്രയോ ഒരു കട്ട് ഓഫ് വോൾട്ടേജ് എത്രയുണ്ട്, 1.5 വോൾട്ട്. വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ്. എത്രയോ കട്ട് ഓഫ് വോൾട്ടേജ് എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ്, കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കട്ട് ഓഫ് വോൾട്ടേജ് V0 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിട്ട് 1.5 വോൾട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ യൂസ് ദ ഫോർമുല ഫോർ മാക്സിമം കൈനറ്റിക് എനർജി. മാക്സിമം കൈനറ്റിക് എനർജിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, KE മാക്സ്, കൈനറ്റിക് എനർജി മാക്സ് സിക്കൽ EV0. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് EV0 എന്ന് പറയുന്ന സമയത്ത് നമ്മളെന്താണ് ഈ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ 1.5 വോൾട്ടിനെ മാറ്റും. അപ്പോൾ 1.5 ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് 1.6 × 10⁻⁹ എന്ന ഫാക്ടറിന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2.4 × 10⁻⁹ ജൂൾസ് എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ദിസ് വിൽ ബി ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി ആക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആ ടേംസിനെ മാറ്റുക. അതായത് ഇതിപ്പോൾ ഇലക്ട്രോൺ ഇൻറ്റു V0. അപ്പോൾ എന്താ, ഈ ഇലക്ട്രോണിൻ്റെ ടേമിലേക്ക് മാറ്റണമെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ വോൾട്ടിലുള്ള സാധനത്തിന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കണമെങ്കിൽ ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ അടിക്കുക, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ഇതല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. KE = EV0 = h - h0. അപ്പോൾ അതിൽ നിന്ന് V0 കണ്ടുപിടിക്കുക, h × (-0/) ഇതല്ലെങ്കിൽ സ്വന്തമായിട്ട് കാൽക്കുലേറ്റർ അടിക്കുക, ആൻസർ ഇങ്ങനെ കിട്ടിക്കോളൂ. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9. ദ വർക്ക് ഫംഗ്ഷൻ ഫോർ എ സർട്ടൻ മെറ്റൽ ഈസ്, എത്ര തന്നിട്ടുണ്ട്, 4.2 ഇലക്ട്രോൺ വോൾട്ട്. നമുക്കിത് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. വിൽ ദിസ് മെറ്റൽ ഗിവ് ഫോട്ടോ ഇലക്ട്രോൺ എമിഷൻ ഫോർ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത്. ഈ 330 നാനോമീറ്ററിന് നമ്മൾ എന്ത് തരുമോ, ഫോട്ടോ ഇലക്ട്രിക് എമിഷന് തരുമോ എന്നുള്ളതാണ്. നമ്മൾ ഒരു റഫ് സർഫേസിൽ ഇലക്ട്രോൺസ് ഒന്ന് ബാധിച്ചിട്ട് എന്താണ് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ അത് എന്താണ്, അത് എമിറ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ആ ഒരു എഫക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്, നമ്മളെ 5 = 4.2 ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1.6 × 10⁻⁹ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എന്താണ്, 6.72 × 10⁻⁹ ജൂൾസിൽ ആൻസർ കിട്ടും. വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ തന്നിട്ടുണ്ട്, λ330 നാനോമീറ്റർ. അപ്പോൾ അതിന് നാനോമീറ്റർ 1 നാനോമീറ്റർ = 10⁻⁹ മീറ്റർ. അപ്പോൾ 330 × 10⁻⁹ മീറ്റർ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റി. ഇഫ് ദ എനർജി ഓഫ് ഈച്ച് ഫോട്ടോൺ ഈസ് മോർ ദൻ ദ വർക്ക് ഫംഗ്ഷൻ ദെൻ ഓൺലി ദ ഫോട്ടോൺ എമിഷൻ ക്യാൻ ടേക്ക് പ്ലേസ്. എല്ലാ ഫോട്ടോണുകളും എന്തായിരിക്കണം, നമ്മൾ വർക്ക് ഫംഗ്ഷനെക്കാളും കൂടുതൽ എനർജി ഉണ്ടാവണം, എന്നാലേ നമ്മളെ ഇത് നടക്കും. ഒരു മിനിമം സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്, എന്നാലേ എന്ത് നടക്കൂ, ഈ ഫോട്ടോ എമിഷൻ നടക്കും. എനർജി ഓഫ് ഈച്ച് ഫോട്ടോ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, E = hc/λ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നുണ്ട് +1 തന്നെ. അപ്പോൾ H എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.623 + 6.63 × 10⁻⁻34 × c എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ / λ330 × 10⁻⁹. അപ്പോൾ എന്ത് വരും, 6.027 × 10⁻⁹ ജൂൾ കിട്ടിയ ആൻസർ. അതേപോലെ എന്താ ഇത്, ആസ് ദ വാല്യൂ ഓഫ് എനർജി ഓഫ് ഈച്ച് ഫോട്ടോൺ എന്താണ് ഈസ് ലെസ് ദൻ. ഈ പറയുന്ന നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടിയിരിക്കുന്ന എന്താ, ഇത് ഈ പറയുന്ന ഇവിടെ പോയി എനർജി കിട്ടിയിരിക്കുന്നത് നമുക്ക് 6.72 × 10⁻⁹. പക്ഷേ നമുക്ക് കിട്ടിയ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്, നമ്മളെ കിട്ടിയിരിക്കുന്ന എനർജി എത്ര ഓരോ ഫോട്ടോണിൻ്റെ 6.0 ആണ്. അപ്പോൾ ഇത് ഒരു ഓൾമോസ്റ്റ് ഒരു 7 അടുത്താണ്, ഇത് ഓൾമോസ്റ്റ് ഒരു 6 ആണ്. അപ്പോൾ 6 ഓബ്വിയസ്ലി ലെസ് ദൻ 7 ആണല്ലോ. അപ്പോൾ എന്താ, അതുകൊണ്ട് സോ നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് എന്താ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കൂല. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ.
ഓക്കെ, ഇവിടെ ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് സംശയം. നിങ്ങൾക്ക് ട്രിക്കി ആവാൻ എന്ന് പറയേണ്ടത് തോന്നിയേക്കാം ഇതിൻ്റെ ലാംഗ്വേജ് കാണുമ്പോൾ. ഷോ ദാറ്റ് ഇവിടെ എന്തോ പ്രൂഫ് പോലെ ചോദിക്കുന്നുണ്ട്. അത് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇസ് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ക്വാണ്ടം ഫോട്ടോണ്. അപ്പോൾ വേവ് ലെങ്ത്തും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും അല്ലാതെ നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും ഡി ബ്രോഗ്ലിൻ്റെ ഇക്വേഷനും ഈക്വലാണെന്ന് കാണിക്കണം. മൊമെൻറ്റം ഓഫ് എ ഫോട്ടോൺ ഫ്രീക്വൻസി എന്താണ് ന്യൂ വേവ് ലെങ്ത് ലാംഡ ഇസ് ഗിവൺ ബൈ പി ഇസ് ഈക്വൽ ടു എന്താണ് എച്ച് ന്യൂ ബൈ സി. ഇത് ആക്ച്വലി ഒരു ഇക്വേഷനാണ് എച്ച് ന്യൂ ബൈ സി എന്നുള്ളത്. അതേപോലെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എച്ച് ബൈ ലാംഡ എന്ന് വന്നല്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് ഈ പറഞ്ഞ ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ഈ ന്യൂ ബൈ സി അതായത് എന്നിട്ട് എന്താ ഈ ലാംഡേനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു ഒരു മിനിറ്റ്. ഓക്കെ എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ ഈ ന്യൂ ഇസ് ഈക്വൽ സി ബൈ ലാംഡ. ഇപ്പോൾ ലാംഡേനെ എടുക്കുന്ന സമയത്ത് സി ബൈ ന്യൂ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സി ബൈ ന്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് എച്ചിൻ്റെ ലാംഡ എന്ന് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചിട്ടായില്ല, അത് സി ബൈ അല്ല ന്യൂ ബൈ സി ആയിപ്പോയി. അപ്പോൾ എന്താ 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ന്യൂ ബൈ സി. ആ ന്യൂ ബൈ സി അവിടെ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ 1 ബൈ ലാംഡനെ കൊണ്ട് എച്ചിനെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എച്ച് ബൈ ലാംഡ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടി ഈ ലാംഡനെ ഇപ്പുറത്തേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ എച്ച് ബൈ പി. നമുക്കറിയാം നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ എച്ച് ബൈ എം വി. അപ്പോൾ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. അപ്പോൾ ഈ പറഞ്ഞ നമ്മളൊരു കാര്യം ചെയ്യാണ്, എച്ച് ഡിവൈഡഡ് ബൈ പീന് പകരം നമ്മൾ എച്ച് ന്യൂ ബൈ സി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകാം. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ പി സിക്കൽ എച്ച് സി ബൈ ലാംഡ. അപ്പോൾ ആ പീന് പകരം ഇത് കൊടുക്കും എച്ച് ന്യൂ ബൈ സി. അപ്പോൾ ഇവിടുത്തെ ഒരു എച്ചും ക്യാൻസലായി. ഇതിപ്പോൾ ഇപ്പോൾ എച്ച് ഡിവൈഡ് ബൈ എച്ച് ന്യൂ ബൈ സി ബൈ 1. അപ്പോൾ ഇത് എച്ച് ക്യാൻസലായി. ഇത് മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഇത് സി ബൈ ന്യൂ ആയിട്ട് മാറി. അപ്പോൾ സി ബൈ ന്യൂ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലാംഡ ഇസിക്കൽ സി ബൈ ന്യൂ ഈക്വൽ ടു ലാംഡ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച ഇക്വേഷനും പിന്നെ ഇവിടുത്തെ നമ്മൾ ഡി ബ്രോഗ്ലിൻ്റെ ഇക്വേഷനും തമ്മിൽ മാച്ചായി. അപ്പോൾ രണ്ടിൻ്റെയും വേവ് ലെങ്ത് സെയിം ആണ് നമുക്ക് പറഞ്ഞിട്ട് കിട്ടി. തസ് ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇസ് ഈക്വൽ ടു ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പറഞ്ഞിട്ട് ഹെൻസ് പ്രൂവ്ഡ്. അത്രയല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 മാർക്കിന് ചോദിക്കാം, കുഴപ്പിക്കേണ്ടിയിട്ട് ചോദിക്കാം. ഞാൻ ഏതായാലും ഇനി നമ്മളെ അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് ഇനി സെലക്റ്റഡ് NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ലെവൽ കൂടി ചോദ്യങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ 1. There are 2 sources of light each emitting with a power of 100 watt. 2 ലൈറ്റിൻ്റെ സോഴ്സ് ഉണ്ട്. രണ്ടും 100 വാട്ട് പവറിൽ ഇത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 emits X-rays of wavelength 1 nanometer. അതർ ഒന്ന് എമിറ്റ് ചെയ്യുന്നത് X-rays ആണ് 1 നാനോമീറ്ററിൽ. നമ്മൾ അതർ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് എന്നാൽ വിബ്ജിയോർ നമ്മൾ 7 കളേഴ്സ്. അപ്പോൾ അത് 500 നാനോമീറ്ററിൽ അതിൻ്റെ വേവ് ലെങ്തിൽ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് X-rays ടു ദ ഫോട്ടോൺസ് ഓഫ് വിസിബിൾ ലൈറ്റ് ഓഫ് ദ ഗിവൺ വേവ് ലെങ്ത്. അപ്പോൾ X-rayൻ്റെ ഫോട്ടോണും നമ്മൾ വിസിബിൾ ലൈറ്റിൻ്റെ ഫോട്ടോൺസിൻ്റെ റേഷ്യോ എടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാലോ പവർ ഇസ് ഈക്വൽ ടു 100 വാട്ട്. അതിനെ മാറ്റേണ്ട ആവശ്യമില്ല, സ്റ്റാൻഡേർഡ് ഇല്ലത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിൽ. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് X-ray ലാംഡ 1 ഇസ് ഈക്വൽ 1 നാനോമീറ്റർ ഈക്വൽ ടു 10⁻⁻⁹ മീറ്റർ. ഇത് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയുന്ന വാല്യൂ. വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ് ലാംഡ ഇസ് ഈക്വൽ 500 നാനോമീറ്റർ. അപ്പോൾ 500 × 10⁻⁻⁹ മീറ്റർ ആണല്ലോ. ലെറ്റ് N1 and N2 ബി ദ നമ്പർ ഓഫ് X-rays ആൻഡ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ N1 നമ്മൾ നമ്പർ ഓഫ് ഏതെടുത്ത് X-rayയും N2 എന്ന് പറയുന്ന നമ്പർ ഓഫ് വിസിബിൾ ലൈറ്റ് എടുത്ത്. സിൻസ് പവർ ഇസ് സെയിം ദാറ്റ് മീൻസ് എനർജി ഇസ് സെയിം. അപ്പോൾ പവർ സെയിം ആവുന്ന സമയത്ത് നമുക്ക് എന്താ അറിയാം, എനർജി കൂടി സെയിം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം N1 E1 ഈക്വൽ ടു N2 E2. ഇത് നമ്മൾ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. അപ്പോൾ N1 ബൈ N2. N1 എന്ന് പറയുന്നത് നമ്മളെ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് X-ray, N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ N1 ബൈ N2. ഈ N2ന് താഴെ പറഞ്ഞു എന്നിട്ട് E2 ബൈ E1 താഴെ പറഞ്ഞു. അപ്പോൾ E2 ബൈ E1. N1 ബൈ N2 ഈക്വൽ ടു E2 ബൈ E1. അപ്പോൾ E2 എന്ന് പറയുമ്പോൾ HC ബൈ ലാംഡ 2 ഡിവൈഡ് ബൈ SC ബൈ ലാംഡ 1. എനിക്ക് തോന്നുന്നത് HCയും HCയും സെയിം ആയിട്ട് കട്ടായിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ HC ബൈ ലാംഡ 2 ഡിവൈഡഡ് ബൈ HC ബൈ ലാംഡ 1. അപ്പോൾ ഇതിങ്ങനെ കട്ടായിപ്പോയി. എന്നിട്ട് ഈ ലാംഡ 1 മുകളിൽ കയറി. അപ്പോൾ ലാംഡ 1 ബൈ ലാംഡ 2. അപ്പോൾ നമ്മൾ റേഷ്യോ N1 ബൈ N2 എന്ന് പറയുന്നത് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി, ലാംഡ 1 ബൈ ലാംഡ 2 കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ലാംഡ 1 എത്രയാണ് 10⁻⁻⁹ ഡിവൈഡ് ബൈ ലാംഡ 2 എന്ന് പറയുന്നത് 500 × 10⁻⁻⁹ കട്ട്. അപ്പോൾ N1 ബൈ N2 എന്ന് പറയുന്നത് ഈക്വൽ ടു 500 അല്ലെങ്കിൽ റേഷ്യോയിൽ പറയുകയാണെങ്കിൽ 1:500. ഇതായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഡുവൽ നേച്ചറിലുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം.